പലപ്പോഴും സ്കിന്നിലൊക്കെ പുഴു കടിച്ചതുപോലെയൊക്കെ തടിച്ചു പൊങ്ങുന്ന അലർജിക് അർട്ടിക്കേരിയ അല്ലെങ്കിൽ അർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് വരുന്നത് പലപ്പോഴും അലർജിക് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പല ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ അർട്ടിക്കേരിയ പോലെ ഹൈസ് എന്ന് പറയുന്ന അർട്ടിക്കേരിയ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പല മെഡിസിനുകളോ അല്ലെങ്കിൽ പല ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് വരുന്നത് വഴിയൊക്കെ ഈ അലർജിക് അർട്ടിക്കേരിയ ഉണ്ടാവാറുണ്ട്. ഇത് അലർജിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. സ്കിന്നിൻ്റെ രക്തക്കുഴലിലൊക്കെ വരുന്ന പ്രഷർ കൊണ്ടൊക്കെ ഈ അലർജിക് അർട്ടിക്കേരിയ ഉണ്ടാവും. അതുപോലെ തന്നെ തണുപ്പ്, ചൂട് ഇങ്ങനെയുള്ള ക്ലൈമറ്റിൻ്റെ ഒക്കെ എക്സ്ട്രീം കൊണ്ടൊക്കെ ഈ അലർജിക് അർട്ടിക്കേരിയ ഉണ്ടാവാറുണ്ട്. അലർജിക് അർട്ടിക്കേരിയയുടെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും സ്കിന്നിലൊക്കെ വരുന്ന പ്രഷറുമാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന റിയാക്ഷൻ കാരണം ഉണ്ടാവുന്ന അലർജിക് അർട്ടിക്കേരിയ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറച്ച് കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ അക്യൂട്ടായിട്ട് ആൻജിയോഡിമ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. നമുക്ക് പെട്ടെന്നായിട്ട് പൊടിയോ അല്ലെങ്കിൽ വല്ല മെഡിസിനോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തൊണ്ടയിലോ നമ്മുടെ എയർ പാസ് വേയിലൊക്കെ വരുന്ന എഡിമ, അതായത് ഇതുപോലെ തടിപ്പ് വരും. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ രോഗിക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്.